നൂറ്റാണ്ടുകൾക്കു മുമ്പുതന്നെ ദക്ഷിണേഷ്യയുടെ സമുദ്ര ഗതാഗതത്തിന്റെ കവാടമായിരുന്നു വിഴിഞ്ഞം. രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യമില്ലായ്മയും കൊണ്ട് മാത്രമാണ് ആധുനികകാലത്തെ മദർ പോർട്ടായി വിഴിഞ്ഞം മാറാൻ പതിറ്റാണ്ടുകൾ വേണ്ടിവന്നത്. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു കപ്പലിനും നങ്കൂരമിടാൻ വിഴിഞ്ഞത്തിനാവും. കേരള ചരിത്രത്തിൽ എല്ലാ കാലത്തും നിർണായക കേന്ദ്രമായിരുന്നു വിഴിഞ്ഞമെന്ന് ചരിത്രം പറയുന്നു. പ്രകൃതിദത്ത തുറമുഖമായ വിഴിഞ്ഞം ഇന്ന് രാജ്യത്തെ തന്നെ ഏക ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പറയാനുള്ളത് പൗരാണിക നാവിക ചരിത്രം കൂടിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സമ്പത്തും സമൃദ്ധിയും കടൽ കടന്നു ഇവിടേക്ക് എത്തിയത് ഇതേ വിഴിഞ്ഞം തുറമുഖത്തേക്കാണ്. വിഴിഞ്ഞം ഉൾപ്പെട്ട ഇന്നത്തെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി ജില്ലകളിൽ 8ാം നൂറ്റാണ്ടിൽ ആയ രാജവംശമായിരുന്നു പ്രബല ശക്തി. തെങ്കാശിക്ക് സമീപമുള്ള ആക്കുടിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയാണ് ആയ രാജവംശം വിഴിഞ്ഞത്തേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റുന്നത്. തിരുവനന്തപുരത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ സമൃദ്ധമായി വിളഞ്ഞിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം മാറാൻ തുടങ്ങി. 8ാം നൂറ്റാണ്ടിലെ ആയ രാജാവ് കരുണാന്തനമൻ കാന്തല്ലൂർ ശാല എന്ന പുരാതന സർവകലാശാല ആരംഭിച്ചതോടെ വിഴിഞ്ഞം സൈനിക ശക്തി കേന്ദ്രം കൂടിയായി. ഇതിനിടെ ആയ രാജവംശം മറ്റ് നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്ന് ചേര രാജവംശമായി പരിണമിച്ചു. 8ാം നൂറ്റാണ്ടിൽ ചേര രാജാവ് വിക്രമാദിത്യ വരഗുണന്റെ ഭരണകാലത്താണ് ചോളന്മാർ പുരാതന വിഴിഞ്ഞത്തെ വിസ്മൃതിയാക്കിയ സൈനിക മുന്നേറ്റം നടത്തുന്നത്. പിന്നീട് തുടരെയുള്ള ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ചേരന്മാർ വിഴിഞ്ഞം ഉപേക്ഷിക്കുകയായിരുന്നു. പശ്ചിമഘട്ടത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാത പലയിടത്തും വറ്റി വരളാനും കൂടി തുടങ്ങിയതോടെ വാണിജ്യ തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങി. BC 12ാം നൂറ്റാണ്ടിന് ശേഷം വിഴിഞ്ഞത്തിന് പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ലെന്നും ചരിത്രരേഖകൾ പറയുന്നു. 1940 കളിൽ CP രാമസ്വാമി അയ്യരാണ് ആധുനിക ഇന്ത്യയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത്. സമുദ്ര വാണിജ്യ മേഖലയുടെ കവാടമായി വിഴിഞ്ഞത്തിന് മാറാൻ കഴിയുമെന്ന് സിസ്റ്റർ P. വർഷങ്ങൾക്കു മുന്നേ തിരിച്ചറിഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ 90കളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത്. 2015 കരാർ ഒപ്പിട്ടു. അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി. 2019 പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ പലത് തടസ്സമായി. 2024 ജൂലൈ 11 ആദ്യ ചരക്കു കപ്പലെത്തി. ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേകതകൾ അനവധിയാണ്. പ്രകൃതി ഒരുക്കിയ സ്വാഭാവിക ആഴമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 20 മീറ്ററാണ് ആഴമാണ് വിഴിഞ്ഞത്തുള്ളത്. അതിനാൽ തടസ്സങ്ങളൊന്നുമില്ലാതെ തുറമുഖത്ത് മദർഷിപ്പുകൾ അടുപ്പിക്കാനാവും. സ്വാഭാവിക ആഴമുള്ള, ഏതു കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് വിഴിഞ്ഞത്തെ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണമിതാണ്. ഡ്രഡ്ജിംഗ് ഇല്ലാതെ 20 മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകുന്ന തുറമുഖങ്ങൾ ലോകത്ത് തന്നെ അപൂർവമാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബൈ തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ചു വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ്. പദ്ധതി പ്രദേശത്തു മണൽ സഞ്ചാരവും കുറവായത് വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ലോകത്തെ തിരക്കേറിയ 2 കപ്പൽ ചാലുകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ആഗോള ചരക്കു നീക്കത്തിന്റെ 40% വിഴിഞ്ഞത്തുനിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ കൂടിയാണ് നടക്കുന്നത്. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിനു സമീപത്തെ കപ്പൽ ചാലിലൂടെയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടറാണ്. അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കമ്മീഷനിങ് ചെയ്യുന്നത്. 2, 3, 4 ഘട്ടങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. 2028 കൂടി ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അത് കൂടി പൂർത്തിയാകുമ്പോൾ ബർത്തിന്റെ നീളം 2000 മീറ്ററാകും. അതായത് 5 മദർഷിപ്പുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം സജ്ജമാകും. 2034 മുതൽ തുറമുഖ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങും. തുറമുഖം കേരളത്തിന് സ്വന്തമാകണമെങ്കിൽ 60 വർഷം കാത്തിരിക്കണം. അൽക്കൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാത്തുവെക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.